So hello everyone and good afternoon. So ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഞാൻ ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ 2 പാർട്ടായിട്ടും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് റെക്കോർഡ് സെഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ലൈവായിട്ടാണ് കണ്ടതെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റെക്കോർഡ് സെഷനായിട്ട് കാണുക. ഓക്കെ, സോ ഇവിടെ ലൈവ് അല്ലാത്തതുകൊണ്ടും നിങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ടും എവിടെയെങ്കിലും സ്റ്റക്ക് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ നോട്ട് നോക്കുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് തൊട്ട് മുന്നത്തെ ലൈവ് സെഷനിൽ, ജിയോഗ്രഫി ലൈവ് സെഷൻ നമ്മൾ ഏതൊക്കെ നമ്മൾ നോക്കിയത് ഹിമാലയാസ് നോക്കിയായിരുന്നു. ഹിമാലയാസും പിന്നെ ട്രാൻസ് ഹിമാലയാസും അതുപോലത്തെ സാധനം നോക്കിയായിരുന്നു. പിന്നെ എന്താ നോക്കിയത് നമ്മൾ, പിന്നെ പ്ലാറ്റ്യൂസ്, പെൻസിലുലർ പ്ലാറ്റ്യൂ, സെൻട്രൽ ഹൈലാൻഡും ഡെക്കാൻ പ്ലാറ്റ്യൂ നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ എന്താ നോക്കിയത്, നമ്മൾ പിന്നെ ഗട്ട്സ്, വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും നോക്കി. ഈ മൂന്നാണ് നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ ക്ലാസ് നോക്കിയത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. 3 സാധനം, നോർത്തേൺ പ്ലെയിൻസും പിന്നെ വരുന്നത് ഐലൻഡ്സും പിന്നെ കോസ്റ്റൽ പ്ലെയിൻസും. ഈ 3 ചെറിയ സാധനങ്ങൾ പെട്ടെന്ന് തീരും. ഓക്കെ, ഇനി എനിക്ക് രണ്ടാമത് പറയാനുള്ള കാര്യം, അടുത്ത സെഷനിൽ റിവർ ആയിരിക്കും എടുക്കുന്നത്, റിവർ സിസ്റ്റം. അപ്പോൾ റിവർ സിസ്റ്റം കുറച്ചുണ്ട്, നല്ല കട്ടിയാണ്. ഓക്കെ, ഒറ്റ സെഷനിൽ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഒറ്റ സെഷനിൽ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഒറ്റ സെഷനിൽ തന്നെ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. പക്ഷേ ഒറ്റ സെഷനിൽ എടുക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ അളവ് കുറയും. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു 20 മിനിറ്റാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വേണ്ടി ഇടുന്നത്. ബാക്കി സാധനം ഇട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ 2 പാർട്ടായത്. പിന്നെ ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ മാത്രം എന്ത് പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ പാർട്ടായിട്ട് ചിലപ്പോൾ റിവർ സിസ്റ്റം ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം ലെങ്തിയാണ് റിവർ സിസ്റ്റം. സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് നോർത്തേൺ പ്ലെയിൻസ് ആണ്. സോ എന്താണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നോർത്തേൺ പ്ലെയിൻ ബാക്കി തന്നെ ഉണ്ട്, നോർത്തിൽ കാണപ്പെടുന്ന സാധനം. അതായത് നിങ്ങൾക്ക് ഞാൻ 3 സാധനങ്ങൾ പഠിപ്പിച്ചില്ലേ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഹിമാദ്രി, പിന്നെ ഹിമാചൽ, പിന്നെ ശിവാലിക്. ഹിമാചലിന് ശിവാലിക് ഇടയ്ക്കാണ് ഡ്യൂൺസ് വരുന്നത്. അതായത് ഏറ്റവും ലാർജസ്റ്റ് ഡ്യൂൺ ഡെറാഡൂൺ ആണ്. ഹിമാദ്രിക്ക് ഹിമാചലിന് ഇടയ്ക്കാണ് എന്ത് വരുന്നത്, കശ്മീർ വാലി വരുന്നത്. ആൻഡ് ശിവാലിക് ഒരു മൗണ്ടൻ റേഞ്ച് ആണല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ ഈ മൗണ്ടനിൽ നിന്ന് ഒഴുകി വരുന്ന റിവർ സിസ്റ്റം കാണും. ഇതിനെ വിളിക്കുന്ന പേരെന്താ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയും. ഓക്കെ, ഈ ഹിമാലയൻ റിവേഴ്സ് ഒഴുകി ഈ ഭാഗത്ത്, അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ലാൻഡ് ഫോംസിൽ എന്ത് ചെയ്യും, കുറച്ച് മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഈ മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. സോ ഇനി എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വെച്ചാൽ, എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഇത് ശിവാലിക് ആണെന്ന് വിചാരിക്കുക. ശിവാലിക്കിന് എന്ത് ചെയ്യുന്നു, വാട്ടർ വരുന്നു, ഹിമാലയൻ റിവർ വരുന്നു. റിവർ വന്നിട്ട് എപ്പോഴും മനസ്സിലാക്കുക, ഇങ്ങനെ വരുന്ന റിവറിൽ എന്ത് കാണും, ഡിബ്രീസ് എന്ന് പറയുമ്പോൾ കല്ലുകളായിരിക്കും കൂടുതൽ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളം, ഈ കല്ലുകളെല്ലാം എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ റോക്കിന്റെ ഡെപ്പോസിഷൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലമാണ് ഭാബർ എന്ന് പറയുന്നത്. ഭാബർ. ഓക്കെ ആണോ? ഇനി അപ്പോൾ വെള്ളം ഇവിടെ ഉണ്ട്, പക്ഷെ വെള്ളം ഇല്ല. അതായത് കല്ലുകളാണ് കൂടുതലും കാണുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ചെറുതായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ഈ ഭാഗത്ത് വെള്ളം പെട്ടെന്ന് ഡിസപ്പിയർ ആവുന്ന പോലെ തോന്നും നമുക്ക്. ആൻഡ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്, കല്ലുകളാണ് കൂടുതലുള്ളത്. സോ ഒബ്വിയസ്ലി കല്ലുകൾ കൂടെ നടക്കുവാണെങ്കിൽ എന്ത് മനസ്സിലാക്കി, ഇഷ്ടംപോലെ ഗ്യാപ്സ് ഉണ്ട്. സോ ഒരുപാട് പോറസ് ആയതുകൊണ്ട് ഇവിടെ അഗ്രികൾച്ചർ പോസിബിൾ അല്ല. ഇനി ബാബറിന്റെ സൗത്ത് തൊട്ട് താഴോട്ട് വരുവാണെങ്കിൽ അടുത്തൊരു സെഷനാണ് ടെറായ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ടെറായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ കല്ല് ഇവിടെ എല്ലാം ആയി. കല്ലായതിനു ശേഷം ഇതിന്റെ അടുത്ത സെഷൻ എന്ന് പറയുന്നത്, ഈ വെള്ളം എന്ത് ചെയ്യും, ഇവിടെ കുറച്ച് ഡെപ്പോസിഷൻസ് ഉണ്ട്, കുറച്ച് മിനറൽസ് എല്ലാം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തൊരു മാർഷി ഏരിയ ആക്കും. ഈ മാർഷി ഏരിയയിലായിരിക്കും എന്തെന്ന് പറയുന്നത്, കൃഷി നടത്താൻ ബെസ്റ്റ് സ്പോട്ട്. ഈ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് ടെറായ് എന്ന് പറയുന്നത്. സെന്റൻസ് വൈസ് പറയണമെങ്കിൽ സെന്റൻസ് വൈസ് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ആദ്യം കേട്ടിരിക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു സെഷന് ശേഷം വെള്ളം 2ആയി സ്പ്ലിറ്റ് ആവാറുണ്ട്. 2ആയി സ്പ്ലിറ്റ് ആവുന്ന ഉദ്ദേശിക്കുന്നത് 2 പേരാവുന്നു, 2 സ്പ്ലിറ്റ് ആവുന്നല്ല, പഴയ സോയിലും പുതിയ സോയിലും. അതായത് വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സോയിലിനെ വിളിക്കുന്ന പേര് ഖാദർ എന്നാണ്. ഖാദർ, ഖാദർ. അതായത് വിത്തിൻ ഫ്ലഡ് പ്ലെയിൻ, അതായത് വെള്ളം ഒഴുകുന്ന അതിന്റെ ചുറ്റുവട്ടം തന്നെ എന്ത് ചെയ്യും, ഈ ഖാദർ കാണപ്പെടും. അപ്പോൾ ഇതെന്തായിരിക്കും, മോർ ഫെർട്ടൈൽ ആയിരിക്കും കമ്പാരറ്റീവ് ടു ആര്, ഈ കാണുന്ന ബാങ്കർ വെച്ച് നോക്കുമ്പോൾ. ബാങ്കറിന്റെ പ്രശ്നം എന്താ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾഡ് ആണ്. എന്ത് ഓൾഡാ, എന്ത് ഓയിൽ സോയിൽ, ഇറ്റ്സ് ഓൾഡ് അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിലാണ് ഇടാ, പറഞ്ഞില്ലായിരുന്നു തുടക്കത്തിൽ. സോ അലൂവിയൽ സോയിലിന്റെ ഡെപ്പോസിഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നോർത്തേൺ പ്ലെയിൻസ് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ ആണോ? സോ ഇതാണ് നമ്മുടെ
നോർത്തേൺ പ്ലെയിൻസിൻ്റെ മെയിൻസ് ആണ്. എന്തെങ്കിലും പോയിന്റ് മിസ് ചെയ്യാൻ നോക്കട്ടെ. ബാബർ പറഞ്ഞു മൗണ്ട് ഡെപ്പോസിറ്റ് സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. ഇനി ബാബറിൻ്റെ എത്രയാണ് കിലോമീറ്റർ വൈസ് ചോദിക്കുവാണെങ്കിൽ 8 മുതൽ 16 കിലോമീറ്റർ വൈഡാണ്. 8 മുതൽ 16 കിലോമീറ്റർ വൈഡാണ് ബാബറിൻ്റെ ലെങ്ത് ബ്രിത്ത് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇവിടെയാണ് ടെറായാണ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ എന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം ടെറായിൽ, അതായത് ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന കുറച്ച് നാഷണൽ പാർക്കുകൾ നമുക്കുണ്ട്. അത് എളുപ്പത്തിൽ ഓർത്തിരിക്കുക ഒരു വഴിയുണ്ട്. ഞാൻ അടുത്ത സ്ലൈഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതല്ല ഈ സ്ലൈഡ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ ശ്രമിച്ചേ. ഹിമാചൽ പ്രദേശായി, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ പോലത്തുള്ള സ്ഥലങ്ങൾ ഇവിടെ ഇതിന്റെ ഈ ഭാഗത്തിൽ കാണപ്പെടുന്നത്. ഇനി ഈ ഫിഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ശിവാലിക്കുണ്ട്. ശിവാലിക്കിന് എന്ത് ചെയ്യുന്നു? വെള്ളം ഒഴുകി വരുന്നു. ഒഴുകി വരുന്ന വെള്ളം ആദ്യം സൃഷ്ടിക്കുന്നത് കല്ലുകൊണ്ടുള്ള ഒരു ഫീൽഡാണ് ഭാബർ. അതിനുശേഷം വെള്ളം ഒഴുകുന്നു. അതെന്താ? ടെറായ്. ഈ ടെറായിൽ കാണപ്പെടുന്ന കുറച്ച് നാഷണൽ പാർക്ക് ഉണ്ട്. ആ നാഷണൽ പാർക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റണം? ഉത്തർപ്രദേശ് ഉണ്ട്, ബീഹാർ ഉണ്ട്. ഓക്കെ, നാഷണൽ പാർക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ സാർ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പറയുക. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ഞാൻ ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോയിരിക്കും. ഓക്കെ, സോ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറയാം. ഒരുപാടുണ്ട്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. UK കൂടെ ഉണ്ട്, ഉത്തരാഖണ്ഡും കൂടെ ഉണ്ട്. ജിം കോർബറ്റ് നാഷണൽ പാർക്കും കൂടെ ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്നു. അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരാളും കൂടെ പറയാം. ദൂധ്വ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശ്. ദൂധ്വ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശ്. ദൂധ്വ നാഷണൽ പാർക്ക്. ഓ, ഇങ്ങനെ ഓർത്തിരിക്കുക. ഉത്തരം പറഞ്ഞാൽ പാല് കിട്ടും. ഉത്തർപ്രദേശ് ആണല്ലോ ഉത്തരം. ഉത്തരം പറഞ്ഞാൽ പാല്, ദൂത് കിട്ടും. ഓക്കെ, അടുത്ത ബീഹാർ എന്ന് പറയുമ്പോഴത്തേക്കും വാൽമീകി നാഷണൽ പാർക്ക് ബീഹാറിലാണ്. വാൽമീകി നാഷണൽ പാർക്ക്, വാൽമീകി. സോ പരീക്ഷയ്ക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര സംഭവമായിട്ടൊന്നും ചോദിക്കത്തില്ല. ഇത്ര ചോദിക്കുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ചോദിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ നോർത്തേൺ പ്ലെയിൻസിന്റെ സോയില് 2 തരം ഉണ്ട്. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞ? ഭാബർ അല്ലടാ, ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? അതെ, ഭാബറും ഖാദറും 2 പേര്. ഇതിലേതാണ് ഓൾഡ് അല്ലെങ്കിൽ ന്യൂ? ഓൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും മനസ്സിലാക്കുക. ഓൾഡ് എന്ന് പറയുമ്പോൾ വെള്ളം ഒഴുകി ഈ മണ്ണുകൾ സൈഡിലോട്ടായി ഇതിൽ വെള്ളം ഇപ്പം കോണ്ടാക്ട് ഇല്ലല്ലോ. ഫ്ലഡ് പ്ലെയിനിന് പുറത്തല്ല നിൽക്കുന്നത്. ഇതാണ് ബാങ്കർ. ഇത് ഓൾഡ് അലുവിയൽ സോയിലാണ്. ഓൾഡ് അലുവിയൽ സോയിൽ. ഫ്ലഡ് പ്ലെയിനിന്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ഈ ഏരിയാസിനെ വിളിക്കുന്ന പേരാണ് ഖാദർ. ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ഉറപ്പായിട്ടും ചെയ്യണം. നമ്മൾ ഫോൾഡ് മൗണ്ടൻസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, യങ് എന്നും ഓൾഡ് എന്നും. അങ്ങനെയാണെങ്കിൽ ഹിമാലയ ഏത് ഫോൾഡ് മൗണ്ടൻ ആണ്? അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഇത് ഇന്ത്യ ആണെങ്കിൽ ആരവല്ലി ഏത് തരം ഫോൾഡ് മൗണ്ടൻ ആണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ശരി. സോ ഇത്രയാണ് നമ്മുടെ നോർത്തേൺ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത് നമ്മൾ വരുന്നത് കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. ചെറിയ ടോപ്പിക്സാണ്, പെട്ടെന്ന് തീരും. കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, സോ കോസ്റ്റൽ പ്ലെയിൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മെയിൻലി നമ്മൾ വെസ്റ്റേൺ ഗാട്ട്സും ഈസ്റ്റേൺ ഗാട്ട്സും പഠിച്ചതുപോലെ നമുക്ക് 2 കോസ്റ്റൽ പ്ലെയിൻസേ ഉള്ളൂ. നെയിമിലി ഏതൊക്കെയായിരിക്കും? ഈസ്റ്റേണും വെസ്റ്റേണും കോസ്റ്റൽ പ്ലെയിൻ. ഇനി 2 പേരെ പറ്റി പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായി ഇൻട്രൊഡക്ഷൻ തന്നതായിരുന്നു. അതായത് ഇത് നമ്മുടെ സദേൺ പാർട്ട് ഡെക്കാൻ പ്ലാറ്റു ഇവിടെയാണ് കാണപ്പെടുന്നത്. ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ പോകണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഏതൊക്കെ സ്റ്റേറ്റാ? കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇത്രയൊക്കെ കൂടെയാണ് ആര് പാസ് ഡെക്കാൻ പ്ലാറ്റു പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ ഈ ഒരു ഭാഗം, അതായത് വെസ്റ്റേൺ മോസ്റ്റ് ഭാഗം ബൗണ്ട് ചെയ്തിരിക്കുന്നതായിരുന്നു വെസ്റ്റേൺ ഗട്ട്സ് എന്നും, ഇപ്പുറത്തെ വശം ഈസ്റ്റേൺ മോസ്റ്റ് സൈഡ് ഈസ്റ്റേൺ ഗട്ട്സ് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഈ സൈഡ് മൊത്തം വെള്ളമാണല്ലോടാ. ഏത് സൈഡ്? ഈ സൈഡ് മൊത്തം വെള്ളമാണല്ലോ. അപ്പോൾ വെള്ളം എന്ത് സൃഷ്ടിക്കും? കോസ്റ്റ് രൂപപ്പെടുത്തും. അപ്പോൾ കോസ്റ്റും 2 തരം. എന്താ? വെസ്റ്റേൺ കോസ്റ്റും ഈസ്റ്റേൺ കോസ്റ്റും. ഇനി വെസ്റ്റേൺ കോസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇന്ത്യക്ക് ഇങ്ങനൊരു ചരിവുണ്ട്. ഇങ്ങനൊരു ചരിവ് കാരണം ഭൂരിഭാഗം വെള്ളം എങ്ങോട്ട് ഒഴുകുള്ളൂ? ഇങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്. ഭൂരിഭാഗം എന്നാ പറഞ്ഞത്. ഇങ്ങോട്ട് ഒഴുകുന്നവരുണ്ടില്ല എന്നല്ല, ഭൂരിഭാഗം പേര് അങ്ങോട്ട് ഒഴുകുന്നത്. ഇങ്ങനെ ഒഴുകുന്നത് കാരണം കുറച്ച് റിവേഴ്സ് ആരൊക്കെ അങ്ങനെ ചോദിച്ചാൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, ഈ 4 പേര് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഡെൽറ്റാസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഡെൽറ്റ, എന്താണ് എസ്റ്റുറി എന്ന് ചോദിക്കുവാണെങ്കിൽ ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഡെൽറ്റ, ഇത്
സയൻസിലെ ഡെൽറ്റ ഇതല്ല. വെള്ളം ഒഴുകി വരുന്നു, ഡയറക്റ്റ് ഓഷനിലോട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴുകി വരുന്നു ഡയറക്റ്റ് ഓഷനിലോട്ട് അല്ലെങ്കിൽ സീ ഫ്ലോറിലോട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ പാത്സ് ഇങ്ങനെ ഉണ്ടാക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡെൽറ്റാസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എസ്റ്റുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സി അല്ല, ഇത് നമ്മുടെ വാട്ടർ ബോഡി എന്തുവാണ്. ഇപ്പോൾ ഫോർ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മുടെ ആരെടുക്കാം, ഗോദാവരി എടുത്തോ. ഗോദാവരി സി, ഇപ്പുറത്ത് ഓഷൻ ആണല്ലോ. ഈ ഓഷൻ്റെ വെള്ളവും എന്താ ഉപ്പ് രസമാണല്ലോ. ഓഷൻ്റെ വെള്ളവും ഈ സിയിൽ നിന്ന്, സി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സി അല്ല റിവർ ആണ്, സോറി റിവറിലെ വെള്ളവും അതുപോലെ ഓഷന്റെ വെള്ളവും ചേരുന്ന ഒരു പോയിന്റ് ആണ് എന്താന്ന് പറയുന്നത്, എസ്റ്റുറി എന്ന് പറയുന്നത്. എസ്റ്റുറി എന്ന് പറയുന്നത് സ്പെല്ലിംഗ് തെറ്റാണ്, അതാണ് ഞാൻ വെട്ടിയത്. എസ്റ്റുറി എന്ന് പറയുന്നത്. സോ ഇതാണ് ഡെൽറ്റാസ് ആൻഡ് എസ്റ്റുറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെഷനിൽ അടിപൊളിയായിട്ട് റിവർ സിസ്റ്റം നല്ല അടിപൊളിയായിട്ട് ഞാൻ എടുത്തുതരാം. അതിൽ ഞാൻ വാക്ക് തരാം നിങ്ങൾക്ക്. ഇത്രയും കാലം എടുത്ത് അടിപൊളിയല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യേണ്ടി വരത്തില്ല, പിന്നെ അത് നിങ്ങളെ മൈൻഡ് നിങ്ങൾ എടുക്കാൻ പറ്റും. ആ രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരാം റിവർ സിസ്റ്റം. ഓക്കെ, ശരി. സോ ഇത് കോസ്റ്റൽ പ്ലെയിൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ കോസ്റ്റൽ പ്ലെയിൻസിൻ്റെ മെയിൻ പ്രത്യേകത. ഇനി കോസ്റ്റൽ പ്ലെയിൻസിൻ്റെ ഈ വശം, അതായത് നമ്മളെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എടുക്കുവാണെങ്കിൽ അതിൻ്റെ മറുവശത്ത്, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏത് വാട്ടർ ബോഡിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, അറേബ്യൻ സീ ആണ്. അതിൻ്റെ അപ്പുറത്തോ ബേ ഓഫ് ബംഗാൾ. ആൻഡ് മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനൊരു ചരിവുള്ളതുകൊണ്ട് ഭൂരിഭാഗം വെള്ളം ഇങ്ങനെ പോകുന്നത് കൊണ്ടും ഇവിടെ എന്ത് സൃഷ്ടിക്കാൻ പാടാം, എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പാടാം, നമുക്ക് പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടാം. സോ ഭൂരിഭാഗം പോർട്ടും വലിയ പോർട്ടും കാണപ്പെടുന്നത് ഈ ഒരു വശത്തായിരിക്കും. ഓക്കെ, ഈ സൈഡ് പോർട്ടുണ്ട്, ഇല്ലാന്നല്ല, ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഏറ്റവും ഹെവി ആയിട്ടുള്ള പോർട്ടിൽ ഈ സൈഡായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളത് മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ, സോ കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് ഇത്ര കോസ്റ്റൽ പ്ലെയിൻസ് നമുക്ക് ഉള്ളത്. പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ റീസണിംഗിൽ അനലോജി ആയിട്ട് ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കാം, ക്വസ്റ്റ്യനെയർ ആഗ്രഹിക്കുന്നത് പോലെ. അപ്പോൾ എന്താണ് സംഭവം, വാര കോസ്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ഗുജറാത്ത്. ഇനി കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ 2 പേര് വരും. ഇതിൽ ഗോവ വരും, അതോടൊപ്പം മഹാരാഷ്ട്രയും വരും. മലബാർ കോസ്റ്റ്, മലബാർ ഉറപ്പായിട്ട് എന്തായിരിക്കും, കേരളയാണ്. ഓക്കെ, കോറമണ്ടൽ കോസ്റ്റ് എവിടെയായിരിക്കും, ഇത്രയും തമിഴ്നാടാണ്. പിന്നെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നല്ലോ, ആന്ധ്ര കോസ്റ്റ്, ആന്ധ്ര. ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന കോസ്റ്റൽ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടേ വരുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പോർട്ടുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പോർട്ടുകൾ. അപ്പോൾ നമുക്ക് ആ പോർട്ടുകൾ ഏതാണെന്നും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കുന്നതിന് മുന്നേ ഒരു ചെറിയ സാധനം, അതായത് നമുക്കൊരു സ്പെഷ്യൽ വെബിനാർ വരുന്നുണ്ട്. സ്പെഷ്യൽ വെബിനാർ എന്തിനെ പറ്റിയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്നിടയ്ക്ക് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് മാറുന്നുണ്ട്, നമുക്ക് നമ്മുടെ സിസ്റ്റം മാറുന്നുണ്ട്. സിസ്റ്റം ഇൻ ദ സെൻസ് മീൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരുന്ന രീതി മാറി. കുറേ കാലം മുന്നേ ചോദിച്ചിരുന്നത് MCQ ഫോമാറ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ ഇപ്പോൾ കൂടുതൽ വരുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ കൂടുതൽ വരുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. സോ എങ്ങനെ ഈ വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്, ആ ഇതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ തരാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വെബിനാറാണ് അശ്വിൻ സാറിൻ്റെ. സോ ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കും. അതോടൊപ്പം ഇത് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ഒക്ടോബറിലാണ് നടക്കുന്നത്, ദിസ് ഇയർ 2025. ആൻഡ് 7 മണിക്കാണ് സൂമിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറിയസ് ഇതിനെ പറ്റിയുണ്ടെങ്കിലോ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അതിനുള്ള റിപ്ലൈ നമ്മുടെ ടീം തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് സംഭവം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ശരി, അപ്പോൾ അടുത്ത സാധനമാണ് പോർട്ട്. സോ പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്താ, നമുക്ക് ഏറ്റവും കൂടുതൽ പോർട്ട് കാണപ്പെടുന്ന ഏത് സൈഡാണെന്ന് പറഞ്ഞു, നമ്മളെ വെസ്റ്റേൺ സൈഡാണെന്ന് പറഞ്ഞു. സോ നമുക്കത് നോക്കാം. നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇതാണ് ആ സാധനം. ഇതിൽ ഈ നമുക്ക് മേജറായിട്ട് 13 ഉള്ളൂ. മേജറായിട്ട് 13 സീ പോർട്ടേ ഉള്ളൂ. മൈനറായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്, മേജറായിട്ട് 13 ഉള്ളൂ. ഇതിൽ ചുവന്ന മാർക്കിംഗ് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, മേജർ എന്ന് പറയുന്നത്. ചുവന്ന മാർക്കിംഗ് ഉള്ളതാണ് മേജർ സീ പോർട്ട് എന്ന് പറയുന്നത്. ഇനി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തത് ദീൻ ദയാൽ പോർട്ട്. ഇതടപ്പുണ്ട്. എവിടെയാ,
ഗുജറാത്തിലാണ്. മാപ്പ് വെച്ച് പഠിക്കാനുള്ള ജിയോഗ്രഫി. അതാണ് ഒരു സ്ലൈഡ് എടുക്കും നിങ്ങൾ PPT എടുക്കുക. എൻ്റെ PPT നോക്കുവാണെങ്കിൽ മിക്ക ഭൂരിഭാഗവും മാപ്പായിരിക്കും. കാരണം മാപ്പ് വെച്ച് പറയാനും വിഷ്വലൈസ് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, പിന്നെ വരുന്നത് ജവഹർലാൽ നെഹ്റു പോർട്ട്. അതിനുശേഷം വരുന്നത് പനാജി പോർട്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ പനാജി അല്ല നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് മൊർമോഗാവ് പോർട്ടാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, കൊച്ചിൻ പോർട്ട്, ആലപ്പുഴ പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് നമുക്ക് 13 മേജർ പോർട്ട്സിൽ ഇൻക്ലൂഡഡ് അല്ല. ഇനി അതിനുശേഷം തൂത്തുക്കുടിയുണ്ട്, പിന്നെ നാഗപട്ടണം ഇല്ല. ചെന്നൈയും എന്നോറും ഉണ്ട്, രണ്ടും ഉണ്ട്. ചെന്നൈ ആൻഡ് എന്നോറുണ്ട്. വിശാഖപട്ടണം പോർട്ട് ആന്ധ്രാപ്രദേശിൽ, പാർദീപ് പോർട്ട്, പിന്നെ ഹാൽഡിയ പോർട്ട് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം? നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ ഒരു ബോക്സ് പഠിച്ചാൽ മാത്രം മതി. ബോക്സിൽ നമുക്ക് മേജറായിട്ട് എല്ലാവരും ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13. ആൻഡമാൻ നിക്കോബാർ മാപ്പിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സോ നമുക്ക് ഇത്രയുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. മുംബൈയിലുള്ളത് നമുക്ക് മഹാരാഷ്ട്രയിൽ 2 ഉണ്ട്. ആരൊക്കെയാ? മുംബൈ പോർട്ടും JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട്. എന്താ പ്രത്യേകത? മുംബൈ പോർട്ടിന്റെ പ്രത്യേകത പറയുവാണെങ്കിൽ ലാർജസ്റ്റ് നാച്ചുറൽ ഹാർബർ ആണ്. ഓക്കെ, ഓൾഡസ്റ്റ് മേജർ പോർട്ടാണ്. ഇനി ജവഹർലാൽ നെഹ്റു പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ബിഗ്ഗസ്റ്റ് കണ്ടെയ്നർ പോർട്ട്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം വന്ന സാധനമാണ് ഇത്. PYQ ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇത്. അടുത്ത് കാണ്ട്ല അല്ലെങ്കിൽ ദീൻ ദയാൽ പോർട്ട് ഗുജറാത്തിലാണ്. ഒന്നേ ഉള്ളൂ. ലാർജസ്റ്റ് കാർഗോ വോളിയം ഓർ ട്രേഡ് ഫ്രീ സോൺ ആണ്. ഓക്കെ, മൊർമോഗാവ് എവിടെയാ? ഗോയലാണ്. അയൺ ഓർ എക്സ്പോർട്ട് ഹബ്ബ്. സുവാരി എക്സ്ചൂരിയയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സുവാരി എന്നൊരു കീവേഡ് ഇത് ഓർത്തിരിക്കുക. സുവാരി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ന്യൂ മാംഗ്ലൂർ പോർട്ട് എവിടെയാ? കർണാടക. ലീഡിംഗ് അയൺ എക്സ്പോർട്ട് ഫെസിലിറ്റി ആണ്. അതിനുശേഷം വരുന്നത് കൊച്ചിൻ, ഞാൻ പറഞ്ഞു കേരള. മേജർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. കൊച്ചിൻ പോർട്ടിനെ വിളിക്കുന്ന വേറൊരു പേര് ക്വീൻ ഓഫ് അറേബ്യൻ സീ എന്ന് പറയും. ക്വീൻ ഓഫ് അറേബ്യൻ സീ. ക്വീൻ ഓഫ് അറേബ്യൻ സീ. അറേബ്യൻ സീ ആണോ? അറേബ്യൻ ഓഷൻ അല്ലേ സാറേ? അറേബ്യൻ ഓഷൻ ആണെടാ. ക്വീൻ ഓഫ് അറേബ്യൻ എന്ന് മാത്രം തൽക്കാലം ഇപ്പം അറിഞ്ഞാൽ മതി. അറേബ്യൻ സീ അല്ല, ഓഷൻ. ഓക്കെ, ചെന്നൈയിൽ 3 ഉണ്ട്. ഇതിൽ 1 പ്രൈവറ്റ് ആണ്. ഇത് അടപ്പുണ്ട്. പ്രൈവറ്റ് എന്ന് പറയുന്നത് എന്നോറാണ്. ഇത് പ്രൈവറ്റ് ആണ്. സോ ചെന്നൈ പോർട്ട് തമിഴ്നാട്ടിലാണ്. പ്രത്യേകം ആർട്ടിഫിഷ്യൽ പോർട്ടാണ്. എല്ലാം ഓട്ടോമാറ്റിക് ആണ്. പെട്രോളിയം കാർഗോ ആണ്. ഇത് നിങ്ങൾ കാർഗോ എന്താണ്, നിങ്ങൾ ഇതിൽ എന്ത് കാർഗോ ആണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ അറിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ട്യൂറ്റിക്കോറൻ പോർട്ട് തമിഴ്നാട്, മെയിൻ പോർട്ട് ഫോർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോ കെമിക്കൽസ്. വിശാഖപട്ടണം പോർട്ട് ആന്ധ്രാപ്രദേശാണ്. ഡീപ്പസ്റ്റ് പോർട്ടാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡീപ്പസ്റ്റ് പോർട്ടാണ്. ഡീപ്പസ്റ്റ് പോർട്ട് ഞാൻ ബോക്സ് ആക്കി ഇട്ടിരിക്കുന്നത് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മെയിനായിട്ട് നോക്കിയാൽ മതി. പേരെന്തായാലും നോക്കണം, സ്ഥലവും നോക്കണം. അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ എക്സ്ട്രാ നോക്കുവാണെങ്കിൽ ഈ ബോക്സ് ഇട്ട സാധനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. പാരാദീപ് എടുക്കുകയാണെങ്കിൽ ഒഡീഷ ഡീപ്പ് വാട്ടർ പോർട്ടാണ്. ബൾക്ക് കാർഗോ അയൺ ആൻഡ് അലുമിനിയം എക്സ്പോർട്ട്. കൊൽക്കത്ത എടുക്കുകയാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നും പറയും. വെസ്റ്റ് ബംഗാളിലാണ്. ഓൾഡസ്റ്റ് റിവറൈൻ പോർട്ടാണ്. ലാസ്റ്റ് വൺ പോർട്ട് ബ്ലെയർ പോർട്ടാണ്. ആൻഡമാൻ നിക്കോബാറിലെ ഓൺലി മേജർ ഐലൻഡ് പോർട്ട് കണക്റ്റിംഗ് ഇന്റർനാഷണൽ റൂട്ട്. ഞാൻ അത് വളരെ അറിയാവുന്ന സാധനം, പക്ഷേ ഈ ഓൺലി എന്ന കീവേഡ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനോട് സ്റ്റേറ്റ്മെന്റിൽ ഓൺലി എന്ന കീവേഡ് വരുവാണെങ്കിൽ എന്താ, സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനുള്ള സാധ്യത കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അഥവാ നാളെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുവാണെങ്കിൽ മനസ്സിലാക്കുക, ഇത് ആക്ച്വലി ഫാക്റ്റ് ആണ്. ഓൺലി എന്ന കീവേഡ് ചേർത്തിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് ഞാൻ ബോക്സ് ഇട്ടത്. ഓക്കെ, സോ നമുക്ക് പോർട്ടും ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ കോസ്റ്റൽ പ്ലെയിൻസും നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ആളാണ് ഐലൻഡ് എന്ന് പറയുന്നത്. സോ ഐലൻഡ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഈ സൈഡിൽ ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ തന്നെയാണല്ലേ, അറേബ്യൻ സീ തന്നെ, സോറി അറേബ്യൻ സീ. നമ്മളെ ബേ ഓഫ് ബംഗാളിൽ അല്ലെങ്കിൽ നമ്മൾ അറേബ്യൻ സീയിൽ കാണപ്പെടുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. ബേ ഓഫ് ബംഗാളിൽ കാണപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപാണോ? 1 മിനിറ്റ്, പെട്ടെന്ന് കൺഫ്യൂഷൻ.
ലക്ഷദ്വീപാണോ എന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപ് ആയാലും ഫോം കോറൽ ഡെപ്പോസിറ്റ് എഴുതിയ തിരിഞ്ഞോടാ. ലക്ഷദ്വീപ് അറേബ്യൻ സീലാണ്. ലക്ഷദ്വീപ് അറേബ്യൻ സീലാണ്. ലക്ഷദ്വീപ് അറേബ്യൻ സീ ആണ്. ബേ ഓഫ് ബംഗാളിൽ ആരാ? ബേ ഓഫ് ബംഗാളിൽ മാൽദീവ്സ് ഒക്കെ വരുന്നത് തൊട്ടടുത്ത സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഇന്ത്യ ഹാസ് 2 മേജർ ഐലൻഡ് ഗ്രൂപ്പ്സ്. ലക്ഷദ്വീപ് കാണപ്പെടുന്ന അറേബ്യൻ സീയിൽ, ആൻഡമാൻ നിക്കോബാർ ബേ ഓഫ് ബംഗാളിലാണ്. പ്രത്യേകത മൊത്തം 36 ഐലൻഡ്സ് ആണ് ഇവിടെ ഉള്ളത്, ലക്ഷദ്വീപിലുള്ളത്. കോറൽസ് കൊണ്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതായത് കോറൽ റീഫ്സ് കൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് കോറൽസ് എന്നൊക്കെ ഞാൻ പറയാം. ആൻഡമാൻ നിക്കോബാറിന് മൊത്തം 572 ഐലൻഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് മെയിൻ. തിരിഞ്ഞു പോകരുത്, എനിക്കിപ്പോൾ തിരിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ. ബേ ഓഫ് ബംഗാളിൽ കാണപ്പെടുന്നതാണ് ആര്? ആൻഡമാൻ നിക്കോബാർ. ഇവിടെയാണ് ആര്? ലക്ഷദ്വീപ്, മാൽദീവ്സ് ഒക്കെ കാണപ്പെടുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിലെ മെയിൻ സാധനങ്ങൾ കുറച്ച് നോക്കാം. ക്ലിയർ അല്ലെങ്കിൽ സൂം ചെയ്ത് നോക്കിയാൽ മതി. ഇത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ്. ആസ് യു ക്യാൻ സീ, ഇതാണ്, ഇത്രയാണ് ആൻഡമാൻ. ഇത് ആൻഡമാൻ, ഇതാണ് നിക്കോബാർ. ഈ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് 10 ഡിഗ്രി ചാനൽ. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നല്ല, തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ള സാധനം എടുത്തു പറയുന്നത്. നമുക്ക് ഇതുപോലെ 8 ഡിഗ്രി ഉണ്ട്, 9 ഡിഗ്രി ഉണ്ട്, 11 ഡിഗ്രി ഉണ്ട്. ബട്ട് ഓർത്തിരിക്കുക, 10 ഡിഗ്രി ചാനൽ ഇവർക്ക് മാത്രമാണുള്ളത്. ഇനി ഇതിലടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നോർത്തിൽ ആരാ? നോർത്ത് ആൻഡമാൻ. ഇനി ഏറ്റവും സദൺ പോസ്റ്റ് പോയിന്റ് എന്താ? ഇന്ദിരാ പോയിന്റ്, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇനി ഇതിലടുത്ത് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പോർട്ട് ബ്ലെയർ. നേരത്തെ പറഞ്ഞ പോർട്ട് താടപ്പുണ്ട്, പോർട്ട് ബ്ലെയർ ഇവിടെ തന്നെയാണ്. ഓക്കെ, ഇത് ഏതിൻ്റെയൊക്കെ ഇടയിലാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സൗത്ത് ആൻഡമാനും ലിറ്റിൽ ആൻഡ്. ഇത് ഞാനിപ്പോൾ ഫിഗറായിട്ട് വരയ്ക്കാൻ നോക്കുവാണെങ്കിൽ, സൗത്ത് ആൻഡമാനും ലിറ്റിൽ ആൻഡമാനും ഇടയ്ക്കാണ് എന്ത് വരുന്നത്? പോർട്ട് ബ്ലെയർ. വരുന്നത്. പിന്നെ വരുന്ന സെപ്പറേഷൻ 10 ഡിഗ്രിയാണ്. ഇതിന് തൊട്ട് മുന്നേ ഡങ്കൻ പാസ് ഉണ്ട്. ഡങ്കൻ, അതായത് ചെറിയൊരു പാസേജ് ആണ്, അതിനെ ഡങ്കൻ പാസേജ് എന്ന് പറയുന്നത്. അതെന്താ, ഇങ്ങനെ ജസ്റ്റ് സ്കിമാറ്റിക്കലി ഞാൻ കാണിച്ചു തരാം. സൗത്ത് ആൻഡമാൻ ലിറ്റിൽ ആൻഡമാൻ പറഞ്ഞു. പോർട്ട് ബ്ലെയറിന്റെ തൊട്ട് താഴെയാണ് ഡങ്കൻ പാസ്. ഡങ്കൻ പാസ് എന്ന് പറയുന്നത് ഇവിടെയാണ് സെല്ലാർ ഉള്ളത്, ജയിലുള്ളത്, ഈ ഭാഗത്ത്. ഓക്കെ, പിന്നെ 10 ഡിഗ്രി ചാനൽ വരും. 10 ഡിഗ്രി ചാനൽ. പിന്നെ താഴോട്ട് വന്നു. താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ദിരാ പോയിന്റ് ആണ് ഉള്ളത് മെയിൻലി. പിന്നെ കമോട്ട ഐലൻഡ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇഷ്ടംപോലെ വേണം, നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റത്തില്ല, കുറച്ച് പേരെ മാത്രം അറിഞ്ഞിരിക്കുക. റിച്ചസ് ആർട്ടിപ്പില. എന്താ ആർക്കിപ്പിലാഗോ എന്ന് വെച്ചാൽ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് സെപ്പറേറ്റഡ് ബൈ വാട്ടർ ബോഡീസ്. ഓക്കെ, ഐലൻഡ് എന്ന് വെച്ചാൽ ഒരു വലുതായിരിക്കും. ആർക്കിപ്പിലാഗോ എന്ന് വെച്ചാൽ സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ് സെപ്പറേറ്റഡ് ബൈ വാട്ടർ ബോഡീസ്. ഓക്കെ, അതാണ് ആർക്കിപ്പിലാഗോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, ഐ സപ്പോസ്. വേറെ എന്തെങ്കിലും മിസ്സായിട്ടാണോ നോക്കാം. ലെറ്റ് മീ ചെക്ക് ബ്രദർ, നോക്കട്ടെ. ഇവിടെ നോട്ട് ഇവിടെ. യെസ്, ദിസ് ഈസ് ദ വൺ. നോർത്ത് ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ പറഞ്ഞു, ലിറ്റിൽ ആൻഡമാൻ നിക്കോബാർ പറഞ്ഞു, ഇന്ദിരാ പോയിന്റ് പറഞ്ഞു. സൗത്ത് ആൻഡമാനും ലിറ്റിൽ ആൻഡമാനും ഇടയ്ക്കാണ് ഡങ്കൻ പാസ് പോകുന്നത്. സൗത്ത് ആൻഡമാനും ലിറ്റിൽ ആൻഡമാനും. സോ ഞാൻ ഇതിന് ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചാൽ ശരിയാവോ? വേണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഫിഗറിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഫിഗറിൽ മിസ്റ്റേക്ക് ഇല്ല. ഇവിടെ നോർത്താണ് ഇടാ, കറക്റ്റ് വരച്ചിരിക്കുന്നത്. നോർത്ത് എഴുതിയില്ല, കൺഫ്യൂഷനാണ്. നോർത്ത് ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ, പിന്നെ ലിറ്റിൽ ആൻഡമാൻ. ഇനി ഒരു ആൻഡമാനും കൂടെ ഉണ്ട്, മിഡിൽ ആൻഡമാൻ എന്ന് പറയും. മിഡിൽ, ഇതിന് നടുക്ക് വരുന്ന ഒരു സാധനം ഇവിടെ എഴുതിയിട്ടില്ല എന്ന്. ഉണ്ട്, മിഡിൽ ആൻഡമാൻ. ഒന്നുകൂടെ എഴുതാടാ, അപ്പോൾ ക്ലിയർ ആവും. മിഡിൽ ആൻഡമാൻ. ഇതിൻ്റെ ഇടയിലാണ് ബാരൻ ഐലൻഡ് കാണപ്പെടുന്നത്. ബാരൻ ഐലൻഡ്. ഡോർമെന്റ് വോൾക്കാനോ. എന്താണ് ഡോർമെന്റ്?
പൊട്ടാൻ സാധ്യത ഒട്ടും ഇല്ലാത്തതിനാണ് ഡോർമെൻ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എല്ലാം റബ്ബ് ചെയ്തതിനാൽ കുഴപ്പമില്ല. അൺഡു ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ബട്ട് ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം വരുന്നത് നോർത്ത് ആൻഡമാൻ. നോർത്ത് ആൻഡമാൻ, നോർത്ത് ആൻഡമാൻ, ഫിഗറും കൂടെ നോക്കണേ. നോർത്ത് ആൻഡമാൻ. പിന്നെ വരുന്നത് മിഡിൽ ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ. മിഡിൽ ആൻഡമാൻ. പിന്നെ വരുന്നത് സൗത്ത് ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ. പിന്നെ വരുന്നത് ലിറ്റിൽ ആൻഡമാൻ. ഇതാണ് ഓർഡർ. ഇനി ഈ ഓർഡറിൻ്റെ ഇടയിൽ എന്തൊക്കെ വരും അതാണ് ഇമ്പോർട്ടൻ്റ്. നോർത്ത് ആൻഡമാനും മിഡിൽ ആൻഡമാനും ഇടയ്ക്ക് വരുന്നതാണ് ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത്. ബാരൻ ഐലൻഡ്. എന്താ ബാരൻ ഐലൻഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഡോർമെന്റ് വോൾക്കാനോ. NMSL, നോർത്തിലും നോർത്ത് സൗത്ത്, പിന്നെ മിഡില്, ഏറ്റവും താഴെ ലിറ്റില്. നോർത്തിനും മിഡിലിനും ഇടയ്ക്ക് ബാരൻ ഐലൻഡ് വരുന്നു. അടുത്ത് മിഡിലിനും സൗത്തിൻ്റെയും ഇടയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, പക്ഷേ സൗത്തും ലിറ്റിലിനും ഇടയ്ക്ക് ആരുണ്ടടാ? ആണ് ഡൺകൺ പാസ് ഉള്ളത്. ഡൺകൺ പാസേജ് ആണ് ഡൺകൺ പാസ് എന്ന് പറയുന്നത്. ലിറ്റിൽ ആൻഡമാന് താഴെ ആൻഡ് നിക്കോബാറും തമ്മിലുള്ള സെപ്പറേഷനാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ നിന്ന് അടുത്ത് ഈ ഇത്രയും സാധനം ഞാൻ അങ്ങോട്ട് എടുത്ത് വരച്ച് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഒരാളും കൂടെ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞ ആൻഡമാൻ നിക്കോബാർ. അതെവിടെ? ആൻഡമാൻ നിക്കോബാർ എവിടെയാ? ബേ ഓഫ് ബംഗാളിൽ. ലക്ഷദ്വീപ് എവിടെ? അറേബ്യനില. അപ്പൊ ലക്ഷദ്വീപിനെ പറ്റി പറയുമ്പോൾ ലക്ഷദ്വീപ്, ലക്ഷദ്വീപ്, ലക്ഷദ്വീപ് കഴിഞ്ഞിട്ട് വരുന്നത് മിനിക്കോയ്, മിനിക്കോയ്. പിന്നെ വരുന്നത് മാൽദീവ്സ്. സ്പെല്ലിംഗ് എന്താ? സ്പെല്ലിംഗ് ഒന്ന് ചെക്ക് കേട്ടടാ. MALDIVS, മാൽദീവ്സ്. ഓക്കെ, ലക്ഷദ്വീപിനും മിനിക്കോയിനും ഇടയ്ക്കുള്ള സെപ്പറേഷനാണ് 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. മിനിക്കോയും മാൽദീവ്സും തമ്മിലുള്ള സെപ്പറേഷനാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. സോറി, 8 ഡിഗ്രി, 10 ഡിഗ്രി പറഞ്ഞല്ലോ, സോറി 8 ആണ്, 8 ഡിഗ്രി. ഞാൻ അത് മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തില്ലേ അവര്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വരച്ച് പറയുന്നത്. ലക്ഷദ്വീപും മിനിക്കോയിനും ഇടയ്ക്ക് 9 ഡിഗ്രി സെപ്പറേഷൻ ആണ്. ആൻഡ് 8 ഡിഗ്രി സെപ്പറേഷൻ മാൽദീവ്സും മിനിക്കോയ്ക്കും ഇടയ്ക്ക് ആണ്. ഓക്കെ, ടെൻ ഡിഗ്രി ഞാൻ പറഞ്ഞു. ഞാനെല്ലാം ഉണ്ടോ? ഒരാളും കൂടെ ഉണ്ട്. 11 ഡിഗ്രി. അതിവിടെ സെപ്പറേറ്റ് പഠിക്കുക. സ്പെല്ലിംഗ് നോക്കി എഴുതുവാണ്. അമിനി ദ്വീപി ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സും അതോടൊപ്പം കന്നോറിനും തമ്മിലുള്ള സെപ്പറേഷൻ 11 ഡിഗ്രി ചാനൽ. ഓക്കെ ആണോ? ഇതിൽ ഒരുപാട് നാഷണൽ പാർക്ക്, സാഡിൽ പീക്ക് നാഷണൽ പാർക്ക്, അതുപോലത്തെ നാഷണൽ പാർക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഓക്കെ, നാഷണൽ പാർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയുക. അല്ലെങ്കിൽ പെട്ടെന്ന് നാഷണൽ പാർക്കിനെ പെട്ടെന്ന് പറയാവുന്നതായിട്ട്. നോർത്ത് ആൻഡമാനിൽ കാണപ്പെടുന്നത് സാഡിൽ പീക്കാണ്. അടുത്ത് നമ്മുടെ സൗത്ത് ആൻഡമാനിൽ 2 ഉണ്ട്. മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്ക്, മഹാത്മാഗാന്ധി നാഷണൽ പാർക്ക്. അതിനുശേഷം നോർത്ത് ആൻഡമാനിൽ നോർത്ത് ബട്ടൺ ഐലൻഡ് ഉണ്ട്. മിഡിൽ ആൻഡമാനിൽ മിഡിൽ ബട്ടൺ ഐലൻഡ് ഉണ്ട്. സൗത്ത് ആൻഡമാനിൽ സൗത്ത് ബട്ടൺ ഐലൻഡ് ഉണ്ട്. ഗ്രേറ്റ് നിക്കോബാറിൽ 2 ഉണ്ട്. ക്യാമ്പൽ ബേയും ഗലത്തിയ ബേയും. നാഷണൽ പാർക്കുകളാണ് ഇതെല്ലാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എഴുതുവാനാണെങ്കിൽ ഒരുപാട് സമയം പോകും. ഓക്കെ, എഴുതുന്നില്ല, അതുകൊണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണ്. ആൻഡ് പറയാൻ വിട്ടുപോയി, ആൻഡമാൻ നിക്കോബാറിൽ കുറച്ച് ഐലൻഡുകളുടെ പേര് മാറ്റിയായിരുന്നു. അതായത് റോസ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിന്റെ പേര് മാറ്റി. റോസ് ഐലൻഡിന്റെ പേര് മാറ്റി. നേതാജി സുഭാഷ്
ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാക്കി. നീൽ ഐലൻഡ്, ഈ നീൽ ഏത് നീല? ഝാൻസി റാണി യുദ്ധത്തിൽ ബ്രിട്ടീഷിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരാളുണ്ടല്ലോ, ആ നീലാണിത്. അയാളുടെ പേരുള്ള ഐലൻഡ് ആയിരുന്നു നീൽ ഐലൻഡ്. സോ നീൽ ഐലൻഡിൻ്റെ പേര് മാറ്റി ഷഹീദ് ദ്വീപ് എന്നാക്കി. ഷഹീദ് ദ്വീപ്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ഈ രണ്ടെണ്ണം എൻ്റെ നോട്ടിലുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ലൈവ് ആയതുകൊണ്ടാണ്, ലൈവ് അല്ലാത്ത റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് പതുക്കെ പോകുന്നതും, ആൻഡ് നിങ്ങളില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ പറയുന്നതിൽ എവിടെയെങ്കിലും തെറ്റ് വരുന്നുണ്ടെന്ന് എനിക്കറിയാൻ വേറെ മാർഗ്ഗമില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോട്ട് നോക്കുന്നത്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ശരി, ഇത്രയേ ഉള്ളൂടാ. ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഇത്രയേ ഉള്ളൂ, നമുക്ക് തീർന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമുക്കൊന്ന് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് വരാം. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്, 15 സെക്കൻഡ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ആദ്യം ഓപ്ഷൻ നോക്കാം. ഓക്കെ, ഒന്നിന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ദ നോർത്തേൺ പ്ലേറ്റ്സ് ആർ പ്രൈമർലി ഫോംഡ് ബൈ അലുവിയൽ ഡെപ്പോസിറ്റ് ഫ്രം ദ ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഈ മൂന്നരാരാ? ഹിമാലയൻ റിവേഴ്സാ. ഈ മൂന്നരാണ് മെയിൻലി നമുക്കുള്ള ഹിമാലയൻ, മെയിൻലി നമുക്കുള്ള ഹിമാലയൻ റിവേഴ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരി. അപ്പോൾ ഫസ്റ്റ് ശരിയാവുന്നത് കൊണ്ട് ഓപ്ഷൻ ബി കട്ട്. അടുത്ത ആരാ? 1, 3. 3 ശരിയാണ് നമുക്ക് നോക്കാം. കാരണം 1, 2 നോക്കിയിട്ട് കാര്യമുണ്ടോ നമുക്ക് നോക്കാം. 2 കൂടെ നോക്കിക്കളയാം. ദ റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഫെർട്ടൈൽ സോയിൽ ആൻഡ് ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഡ്യൂ ടു അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. അതാണല്ലോ. നമുക്ക് 2 തരം സോയിലില്ല, അലൂവിയൽ സോയിൽ ഡെപ്പോസിഷൻ. 2 തരം സോയിലുണ്ട്, ഓൾഡും ന്യൂവും ഉണ്ട്. ഓൾഡിനെ വിളിക്കുന്ന പേരെന്താ? ബാങ്കർ. ന്യൂവിനെ വിളിക്കുന്ന പേര് ഖാദർ. ഓക്കെ, സോ രണ്ടാമത് ശരിയാണ്. അപ്പോൾ 1, 2 ശരിയായതുകൊണ്ട് ഓപ്ഷൻ എ കട്ട്. ഇനി ആരെ നോക്കാം? 3 നോക്കണോ 4 നോക്കണോ? 3 നോക്കാം. അപ്പോൾ 3 ശരിയാണെങ്കിൽ ഓപ്ഷൻ ഡി എ വരത്തുള്ളൂ, 3 തെറ്റാണെങ്കിൽ ഓപ്ഷൻ സി എ വരത്തുള്ളൂ. അപ്പോൾ എന്താ? ദി ആവറേജ് വിഡ്ത്ത് ഓഫ് ദ നോർത്തേൺ പ്ലെയിൻസ് റേഞ്ചസ് ബിറ്റ്വീൻ 150 to 300 kilometers and the length is about 2400 kilometers from the west. Actually it is correct ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് 1, 2, 3 ആൻഡ് 4. ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയില്ല, എങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാ? കാരണം നാലാമത് നമുക്ക് ഉത്തരം അറിയാം. എന്താ? ബാബർ, ടെറായ് ആൻഡ് അലൂവിയൽ പ്ലെയിൻ വിച്ച് ഇൻക്ലൂഡ്സ് ബാബർ ആൻഡ് ഖാദർ നമുക്കറിയാം. പക്ഷേ മേളിൽ പറഞ്ഞ സാധനം നമുക്ക് നോളജ് ഇല്ല, എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതാണ് സംഭവം. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് പടപട ചെയ്യാം. ലൈവ് അല്ലല്ലോ, സോ കുഴപ്പമില്ല. ചെയ്ത് നോക്കണം, വായിച്ചു നോക്കണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ബാബർ റീജിയൻ ഈസ് എ നാരോ ബെൽറ്റ് ഓഫ് പെബിളി സോയിൽ. അതെ, ഇത് കറക്റ്റാ. ലൈങ് അഡ്ജസ്റ്റ്മെന്റ് ടു ദ ഫൂട്ടിൽസ് ഓഫ് ശിവാലിക്സ്. ഇതും കറക്റ്റാ. പക്ഷെ ആദ്യത്തെ പറഞ്ഞ ശരിയാണോ? ബാബർ ആണോ ആദ്യം വരുന്നത്? ബാബർ, ടെറായ്. യെസ്, ഒന്ന് ശരിയാ. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടെ ഉണ്ട്. ബാബറാണ് ആദ്യം വരുന്നത്, പിന്നെ ടെറായ്. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താടാ? ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഒന്ന് ശരിയാവുന്നത് കൊണ്ട് ഓപ്ഷൻ സി കട്ട്. The Tarai region lies south of Babur, marshy, supports dense forest and wildlife. Yes, 1, 2 ശരിയാണ്. പോകത്തില്ല ഒന്ന്. The Bhangar is newer alluvial deposit. ആണോ? ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ്. ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ ഈ മൂന്ന് നല്ല പ്രത്യേകത എന്താ? കോൺട്രഡിക്ടറി അല്ലേ? ഭാബർ എന്ന് പറയുന്നത് ന്യൂവർ അലോവിയൽ ആണ്. ഖാദർ റീജിയൻ ഈസ് ലോ ലൈങ് ഏരിയ ഫ്ലഡഡ് ഓൾമോസ്റ്റ് എവറി ഇയർ. സൂക്ഷിച്ച് നോക്കി, രണ്ടും കോൺട്രഡിക്ടറി അല്ലേ? രണ്ടിലും ഒരേ സാധനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവാനും രണ്ടും തെറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഭാങ്കർ ആണോ ന്യൂ? ഭാങ്കർ ഓൾഡ് അല്ലേ? ഇവനല്ലേ? അപ്പോൾ 4 അല്ലേ ശരി. അപ്പോൾ 1, 2, 4. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. എന്താ ഇവിടെ ഞാൻ ചെയ്തത്? നമുക്ക് 1, 2 ശരിയാണെന്ന് അറിയാം. ഇനി വിചാരിച്ച് 1, 2 മാത്രമേ അറിയുള്ളൂ. മൂന്നാമത്തെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയില്ലായിരുന്നു നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യുക? വായിക്കുന്ന സമയത്ത് രണ്ടും ഏകദേശം സിമിലറാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തെറ്റാവാനും രണ്ടും തെറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കടാ. നോക്കാം. കറക്റ്റ് അല്ല. അതെ. The northern plains account for a high density of canals and railway owing to their flat terrain. Northern plains account for high density of yes. ശരിയാ. This region is often referred to as the granary of India due to its agricultural output. അതെ, 1, 2 ശരിയാണ്. The urban and rural settlements of northern plains follow a cluster and compact pattern. ആണല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ വാർത്തകളൊക്കെ വരുമ്പോൾ അടുത്തടുത്തല്ലിരിക്കുന്നത്. The northern plain contribute primarily to mineral based industries in India. പ്രീഡോമിനൻ്റ്ലി എന്നാ പറയുന്നത്. ആണോ? നോർത്തേൺ പ്ലേൻസ് മാത്രമാണോ നമുക്ക് ഡോമിനേറ്റ് ചെയ്യുന്നത്? അല്ല. താഴെ ചോടനാഗ്പൂറുണ്ട്, ഡെക്കാനുണ്ട്, ഇല്ലേ? കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. സോ അതല്ലല്ലോ. അപ്പോൾ 1, 2, 3 അല്ലേ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റൽ പ്ലെയിൻസിനെ പറ്റിയാണ്. ട്രൈ ചെയ്തേടാ. മ്യൂട്ടായിരുന്നു. നമുക്ക് നോക്കാം. സോ ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ലൈസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് അറേബ്യൻ സീ. അതെ, ആൻഡ് ആർ ജനറലി നാരോവർ ദാൻ ദി ഈസ്റ്റേൺ. നാരോവർ അല്ലേ? എങ്ങനെ നാരോവർ? ഡംബിൾ ഷേപ്ഡ് അല്ലേ? സോ നാരോവർ അല്ലേ? സോ നാരോ ആയിട്ട് അങ്ങോട്ട് ബ്രോഡ് ആവുക. അപ്പോൾ 1 ശരിയാ. 1 ശരി. ബി കട്ട്. ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആർ വൈഡർ, ഫ്ലാറ്റ് ആൻഡ് മാർക്ഡ് ബൈ ലാർജ് റിവർ ഡെൽറ്റാസ് ഫോംഡ് ബൈ റിവേഴ്സ് ലൈക്ക് ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി. ആണല്ലോ, അങ്ങോട്ടല്ലേ ഒഴുകുന്നത്? ഈസ്റ്റിലോട്ടല്ലേ ഒഴുകുന്നത്? 2 ശരി. കട്ട്. The western coastal plains are an example of emergent coast and have fewer natural harbors compared to eastern coastal plain. അല്ല, നേരെ തിരിച്ചല്ലേ? The western coastal plains are example of emergent coast and have fewer natural harbors compared to eastern. നേരെ തിരിച്ചല്ല. ഈസ്റ്റേണിലല്ലേ കുറവ്? ഈസ്റ്റേണിലല്ലേ കുറവ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പോൾ 3 തെറ്റാണെങ്കിൽ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. എന്താ അവിടെ സംഭവിച്ചത്?
എടാ ഞാൻ പറഞ്ഞു ഒരുപാട് റിവർ വരുന്നുണ്ട്, ഡെൽറ്റാസ് ഒരുപാട് ഫോം ആവുന്നതുകൊണ്ട് ഈസ്റ്റേൺ സൈഡിൽ പോർട്ട് വയ്ക്കാൻ പാടാ. അപ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി പോർട്ട് കുറവാണ്. എവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യും. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെസ്റ്റിലാണ് കുറവ്, ഈസ്റ്റിൽ കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സദേൺ ടിപ്പ് ഓഫ് ഇന്ത്യ കാൾഡ് കന്യാകുമാരി. കോസ്റ്റൽ പ്ലെയിൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കന്യാകുമാരി. വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നീൽഗിരി, തിരിഞ്ഞു പോകരുത്. ഓക്കെ ഓക്കെ പോർട്സിന്റെ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കടാ. മ്യൂട്ടായിരുന്നു, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ജവഹർലാൽ നെഹ്റു പോർട്ട് ലൊക്കേറ്റഡ് നിയർ മുംബൈ ഈസ് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. പാർദിപ് പോർട്ട് വെസ്റ്റിലാണോ ഈസ്റ്റിലല്ലേ? ഓർമ്മയുണ്ടോ? നമ്മളിങ്ങനെ വരച്ചപ്പോൾ പാർദിപ്പ് ഇവിടെയല്ലേ വന്നേ. അപ്പോൾ തെറ്റ്. അപ്പോൾ 2 കട്ടായെങ്കിൽ 2 തെറ്റാണെങ്കിൽ ഇത് തെറ്റ്, ഇത് പോയി. ആൻസർ 134. Chennai port on eastern coast is an artificial harbour and import of handling automobile export. Kandla port situated on the Gulf of Kutch is a natural harbour and the largest port by cargo volume. Yes, correct. 134 is the right answer. Okay. ലൈവ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ല സ്പീഡിൽ പോകുന്ന ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിന്തിച്ച് എടുക്കാനോ സമയം ഒരുപാട് തന്നേനെ. ലൈവ് ആയതുകൊണ്ട് ഞാൻ അല്പം സ്പീഡിൽ പോവാണ്. പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സമയം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ പോസ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ആലോചിച്ചിട്ട് ആൻസേഴ്സ് ചെയ്യുക. ട്രൈ ചെയ്തേടാ. ശരി, എന്താ സംഭവം? ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഇൻക്ലൂഡ് റീജിയൻസ് ലൈക്ക് കൊങ്കൺ, കന്നഡ ആൻഡ് മലബാർ. കന്നഡ് ഇത് വരും കേട്ടോ, കൊങ്കൺ കന്നഡ് വരും. 1 ശരിയാ. കട്ട്. ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആർ ആൾസോ കോൾഡ് കോറമണ്ടൽ കോസ്റ്റ് ആൻഡ് നോർത്തേൺ സിർക്കാർ ഇൻ ഡിഫറെന്റ് പാർട്സ്. യെസ്, ദാറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. കറക്റ്റ് ആണോ? 1 2 കറക്റ്റ്. The coastal plains are important for economic activities such as ആണ്. അതെ, ഇറ്റ്സ് ഒബ്വിയസ്. നമുക്ക് 3 നിങ്ങൾക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു 3 ശരിയാണെന്ന് പറഞ്ഞില്ല, പറ്റത്തില്ല. The western coastal plain, north, south, east, west, receive less rainfall compared to eastern. അല്ലല്ലോ, നേരെ തിരിച്ചല്ലേ. വെസ്റ്റിലല്ലേ കൂടുതൽ മഴ, ഈസ്റ്റിൽ കുറവല്ലേ. ഇപ്പോൾ 1 2 3 ആണ് ആൻസർ. ഓക്കെ, നമ്മൾ ഐലൻഡ്സിലോട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ, ചെയ്താൽ പെട്ടെന്ന്. നോക്കാം. ആൻഡമാൻ നിക്കോബാറിനെ പറ്റിയാണ്. ഇതെല്ലാം ഇൻ ദി അറേബ്യൻ സീ. അറേബ്യൻ സീയിലാണോ ആൻഡമാൻ നിക്കോബാർ? മലബാർ കോസ്റ്റിൻ്റെ അടുത്താണോ? അല്ലടാ, ബേ ഓഫ് ബംഗാൾ. എനിക്ക് നേരത്തെ തിരിഞ്ഞു പോയതും അതാ. കാരണം തിരിഞ്ഞു പോകുന്ന അവർക്ക് അറിയാം, അതുകൊണ്ടാണ് അവരങ്ങനെ ഞാൻ അങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യനാണല്ലോ. തിരിഞ്ഞു പോകുന്ന നമുക്കറിയാം, അതാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ദ ഗ്രൂപ്പ് ഈസ് ഡിവൈഡ് ഇൻ ടു ആൻഡമാൻ ഐലൻഡ്സ് ഇൻ നോർത്ത് ആൻഡ് നിക്കോബാർ ഇൻ ദി സൗത്ത്, സെപ്പറേറ്റഡ് ബൈ 10 ഡിഗ്രി. ശരിയാണ്. 2 ശരി. 2 ശരിയാണെങ്കിൽ ഇതും കട്ടായി. അടുത്ത്, ഗ്രേറ്റ് നിക്കോബാർ ഇസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ആൻഡ് ഓൾസോ ഹോസ്റ്റ് ഇന്ത്യ സദൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര. യെസ്, ആൻഡമാൻ നിക്കോബാർ. അതെ, കറക്റ്റ്. 3 ശരി. അപ്പോൾ 2 3 ശരി. ഓക്കെ, നമ്മൾ നോക്കേണ്ടി വരും. പോർട്ട് ബ്ലെയർ ഇസ് ക്യാപിറ്റൽ ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് ആൻഡമാൻ നിക്കോബാർ. ശരിയാണ്. 2 3 4 ഇസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം നമ്മുടെ. സോ മാത്സ് ദ ഫോളോ ചെയ്യുക. മാത്സ് ദ ഫോളോയിങ് സിമ്പിളാ, ആകെ 3 ഉള്ളൂ. ട്രൈ ചെയ്തടാ.
നോക്കാം. 10 ഡിഗ്രി ചാനൽ ആരൊക്കെ തമ്മിൽ 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാറാണ്. അപ്പം 1. അപ്പോൾ 1B ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതാവാം. ബാക്കി കൂടെ നോക്കണം. 9 ഡിഗ്രി ചാനൽ ലക്ഷദ്വീപ് മിനിക്കോയ്. അതെ, ലക്ഷദ്വീപ് മിനിക്കോയ്. അങ്ങനെയാണെങ്കിൽ മിനിക്കോയും മാൽദീവ്സ് തമ്മിലുള്ളതാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഭയങ്കര ഒരുപാട് സംഭവമൊന്നുമില്ലായിരുന്നു, നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ്. ഓക്കെ, ആൻഡ് ഹിയർ മാർക്സ് അവർ ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പോൾ കഴിഞ്ഞു. ടാറ്റ ബൈ ബൈ. സോ അടുത്ത സെഷനിൽ നമുക്ക് റിവർ സിസ്റ്റം പോവാം. അപ്പോൾ റിവർ സിസ്റ്റം നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ നോക്കിയാൽ മതി, ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? ഒരു വട്ടം ക്ലാസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ മറക്കത്തില്ല. ഓക്കെ, സോ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കഥം. ടാറ്റ ബൈ ബൈ. സി യു ലേറ്റർ. ഓക്കെ, താങ്ക് യു.